ശബരിമലയിൽ വലിയ തിരക്കാണ് ഭക്തരുടെ. മണിക്കൂറിൽ 5000-ഓളം തീർത്ഥാടകരാണ് ഇപ്പോൾ 18-ാം പടി ചവിട്ടുന്നത്. മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ തമ്പടിക്കുന്നതിനാൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. അരുൺ പാറക്കലാണ് സന്നിധാനത്ത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഹഷ്മി, ഗുഡ് മോർണിംഗ്. എന്തായാലും സന്നിധാനത്ത് വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വളരെ തിരക്ക് കുറഞ്ഞൊരു അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഉഷപൂജയ്ക്ക് ശേഷം നട തുറന്നിട്ടുണ്ട്. ഭക്തർ അയ്യപ്പനെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയാണ്. ഭക്തി നിർഭരമായ അവസ്ഥയാണ് നമുക്ക് സോപാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. വളരെയധികം തിരക്ക്, ഫ്ലൈ ഓവറൊക്കെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മണിക്കൂറിൽ 5000-ലധികം തീർത്ഥാടകർ 18-ാം പടി കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 25,000-ഓളം ആളുകൾ 18-ാം പടി ഇന്ന് പുലർച്ചെ മുതൽ കയറി കഴിഞ്ഞിരിക്കുന്നു. മരക്കൂട്ടം വരെ ക്യൂ ഉണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മകരവിളക്ക് അടുത്തതോടുകൂടി, നാളെയാണ് മകരവിളക്ക്, വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. മാത്രമല്ല, ഈ പർണശാലകളൊക്കെ കെട്ടി മകരജ്യോതി കാണുന്നതിന് വേണ്ടി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പർണശാല കെട്ടി അവിടെ തമ്പടിക്കുന്നുണ്ട്. പാണ്ടിത്താവളത്തും അതുപോലെ തന്നെ വ്യൂ പോയിന്റുകളായ 10 കേന്ദ്രങ്ങളിലും ഇങ്ങനെ ആളുകൾ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് ഈ അയ്യപ്പന്മാർക്ക്, മല കയറിയെത്തുന്ന അയ്യപ്പന്മാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി 350 ജീവനക്കാരെ അധികമായി സന്നിധാനത്ത് നിയോഗിച്ചിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സന്നിധാനത്തേക്കുള്ള തിരക്ക് കുറച്ച് കുറഞ്ഞതാണ്. കഴിഞ്ഞ ഒരു 2-3 ദിവസം എന്തായാലും മകരജ്യോതിക്ക് ആ തിരക്ക് നിയന്ത്രണവും തീർത്ഥാടകരെ നിയന്ത്രിക്കലും സാധ്യമാണോ അരുൺ? ഹഷ്മി, മകരജ്യോതിക്ക് 2 ലക്ഷത്തോളം ആളുകളെയാണ് ഇവിടെ സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു സുരക്ഷാ സന്നാഹമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ സംവിധാനം ചെറുതായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 50,000 ആളുകളും നാളെ മകരവിളക്ക് ദിവസമായ നാളെ 40,000 ആളുകൾക്കുമാണ് വെർച്വൽ ക്യൂ വഴി സന്നിധാനത്തേക്ക് എത്താൻ ദർശനം സാധ്യമാകുക. എന്തായാലും ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള കാര്യങ്ങൾ പോലീസും ദേവസ്വം ബോർഡും ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട്. 10 വ്യൂ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാണ്ടിത്താവളത്താണ് ഏറ്റവും കൂടുതൽ പർണശാലകൾ കെട്ടി ആളുകൾ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. വഴിയിലൊക്കെ, അതായത് പാണ്ടിത്താവളത്ത് നിന്ന് സന്നിധാനത്തേക്ക് ഇറങ്ങുന്ന വഴിയിലൊക്കെ ആളുകൾ വിരിവെച്ച് കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു രാവിലെ നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ പർണശാലകളിൽ ഏതെങ്കിലും രീതിയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതോ മറ്റു കാര്യങ്ങളോ, തീപിടുത്തമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഭക്ഷണം പാകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു സന്നിധാനത്ത്. നാളെ 2 ലക്ഷത്തോളം, 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തോളം വരെയുള്ള ആളുകൾ, ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിച്ചേരുമെന്നാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വലിയ തിരക്കാണ് ഭക്തജനങ്ങളുടെ.